അങ്ങനെ നിർബന്ധം പിടിക്കരുത് മോളെ. നിന്നെ വീട്ടിലേക്ക് അയക്കണമെന്ന് എനിക്കറിയാം. അതിന് ചില ചിട്ടകളൊക്കെ ഉണ്ട്. അതൊന്നും വേണ്ട അമ്മേ. അച്ഛനെ വരാൻ അറിയിച്ചാൽ മാത്രം മതി. അതൊക്കെ ഞാൻ എപ്പോഴേ അറിയിച്ചു കഴിഞ്ഞു. ഒരു പക്ഷേ നാളെ തന്നെ എത്തിയേക്കും. കുറച്ചു ദിവസം കൂടെ കഴിഞ്ഞിട്ട് പോയാൽ പോരെ? ഞാൻ കുറച്ച് നേരത്തെ പോയാലും കുഴപ്പമൊന്നുമില്ലമ്മേ. എത്ര നാളെന്ന് കരുതിയാണ് ഞാനിങ്ങനെ കഴിയുന്നത്. അതൊക്കെ വിധിയാണെന്ന് കരുതിയാൽ മതി. ഏതായാലും പ്രസവം കഴിഞ്ഞും നീ ഇങ്ങോട്ട് തന്നെയല്ലേ വരേണ്ടത്? അതു എന്താ അമ്മേ? സൗമ്യയുടെ അച്ഛൻ ഒരു പക്ഷേ നാളെ വരുമെന്ന് അറിയാമല്ലോ. എനിക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാനുണ്ട്. നീ ഇന്ന് കുറച്ച് നേരത്തെ വരണം. എന്താ ഇത്രയധികം സംസാരിക്കാനുള്ളത്? അത് വരുമ്പോ പറയാം. നീ നേരത്തെ ഇങ്ങെത്തിയാ മതി. ശരി. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എന്നെ തിരിച്ചു വിളിച്ചു. ഇന്നെങ്ങനെ കൈ വരാനാ? തനിക്ക് കൈ വന്നില്ലെങ്കിൽ എന്താ? നഷ്ടവും ലാഭവും ഒക്കെ വന്നും പോയി ഇരിക്കും. മധു വിഷമിക്കാതെ. ശരി, ഒന്നുകൂടി നോക്കാം. ഹലോ, ഞാനാ മധു. ഒരു 5000 രൂപ ഉണ്ടെ ക്ലബിലേക്ക് കൊടുത്തയക്കണം. എന്താ? അതൊക്കെ പിന്നെ പറയാം. ഉടനെ കൊടുത്തയക്കണം. അവൻ എപ്പോ വേണമെങ്കിലും വരട്ടെ. മോള് പോയി ഊണ് കഴിച്ച് കിടന്നുറങ്ങാൻ നോക്ക്. നാളെ ഞാൻ പോകുകയാണെന്ന് അറിഞ്ഞിട്ട് കൂടി എന്നെ തെറ്റിദ്ധരിക്കരുത്. ഇനിയും മധുവിന് വേണ്ടി കാത്തിരുന്നാൽ അതുവല്ല രാഹുകാലം തുടങ്ങാറായി. ഏതായാലും അവൻ വരാതെ. അത് ശരിയാ, പക്ഷെ അവനും ആ ചിന്ത വേണ്ടേ? അവന് വേണ്ടി ഞാൻ ക്ഷമ ചോദിക്കാം. ഇത്രയും പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് നടക്കുമ്പോ അവനിവിടെ ഇല്ലെങ്കിൽ കുറച്ച് സമയം കൂടെ കാത്തിരിക്കാം അച്ഛാ. ശരി, രാഹുകാലം കഴിയുന്നവരെ കാത്തിരിക്കാം. മധു, മധു, എഴുന്നേക്കൂ. കാഫി. ഇന്നലെ എന്ത് കുടിയായിരുന്നു? എത്ര പറഞ്ഞാലും കേൾക്കില്ലല്ലേ? എത്ര കുടിച്ചാലും കേൾക്കില്ലെന്ന് പറയൂ. എന്തായാലും കൊള്ളാം. ഒരു കണക്കിന് ആ പരുവത്തിൽ വീട്ടിലേക്ക് പോകാഞ്ഞോ നന്നായി. നമ്മൾ എന്തിനാ ഈ ഹോട്ടൽ മുറിയിൽ വന്നത്? കൊള്ളാം. എന്റെ വീട്ടിലേക്ക് പോകാൻ പറ്റുമോ? അന്നത്തെ അടി കഴിഞ്ഞ് പോയ പോക്കാണ്. എപ്പോഴാണ് ചേട്ടൻ വരുന്നെന്ന് അറിഞ്ഞൂടാ. ഓ, ഞാൻ അയാളെ തല്ലിയല്ലേ? ക്ഷമിക്കണം. ഞാൻ എന്ത് ക്ഷമിക്കാനാ? ഞാൻ കാരണം മധുവിന് അടി കൊണ്ടതിൽ ഞാനല്ലേ ക്ഷമ ചോദിക്കേണ്ടത്? അയ്യോ, ഞാനൊരു കാര്യം മറന്നുപോയി. ഇന്നെന്റെ ഭാര്യയെ വീട്ടിലേക്ക് അയക്കുന്ന ദിവസമാണ്. ഞാൻ നേരത്തെ ചെല്ലുമെന്ന് പറഞ്ഞതാണ്. ഐ എം സോറി. ജാനു സൗമിനിയുടെ പോയി. വീട്ടിൽ പോയി. മധു, എന്താടാ താമസിച്ചത്? അമ്മേ, ഞാൻ ഭാര്യ അന്വേഷിച്ചെത്തിയ സമയം കൊള്ളാം. അമ്മേ, ഞാൻ ഛർദ്ദിച്ചു പോകരുത്. എടാ, നീ കുടിച്ചു വഴി വീഴുമ്പോ 4 പേര് പൊക്കിയെടുത്ത് ഇവിടെ കൊണ്ടിരുന്ന് കാണാനുള്ള ശക്തി എനിക്കില്ലായിരുന്നു. പക്ഷെ ഇന്നലെ നീ അങ്ങനെയെങ്കിലും ഇവിടെ വന്നിരുന്നെങ്കിലോ എന്ന് ഞാൻ ആശിച്ചു പോയി.
എന്നും നിന്നെ കാത്തിരുന്ന് കരഞ്ഞുകൊണ്ടുറങ്ങുന്ന ഭാര്യ ഇന്നലെയും കരഞ്ഞുകൊണ്ട് തന്നെയാണ് ഇറങ്ങിപ്പോയത്. ഞാൻ നേരത്തെ വന്നേനെ അമ്മേ. എടാ, ഒരു പെൺകുട്ടി അവളുടെ ആദ്യത്തെ പ്രസവത്തെ വീട്ടിലേക്ക് പോകുമ്പോൾ വേണ്ട, നിന്നോട് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതെന്തൊരു കിടപ്പാ മോളെ, ഒന്നും കഴിക്കണ്ടേ? എനിക്കൊന്നും വേണ്ട അച്ഛ. അത് പറ്റില്ല. അവൻ വന്നില്ലെന്ന് കരുതി നീ പട്ടിണി കിടക്കണോ? പ്രത്യേകിച്ചും ഈ സമയത്ത്. ഒരു പെണ്ണിന് ഇങ്ങനൊരു അനുഭവം ഉണ്ടാവില്ല അച്ഛ. നീ ഒരു മണ്ടിയ. അല്ല, ഇപ്പൊ എന്താ ഉണ്ടായത്? ഏതോ അത്യാവശ്യ കാരണം കൊണ്ട് അവൻ വന്നെത്താൻ കഴിഞ്ഞില്ല. ഇനി അവൻ വന്നില്ലെങ്കിൽ അച്ഛൻ പോയി അവനെ വിളിച്ചോണ്ട് വരാം. വേണ്ട, അച്ഛൻ പോകണ്ട. ക്ഷണിച്ചിട്ട് വരേണ്ട കാര്യമൊന്നുമില്ല. ഒരു കാര്യത്തിനും വാശി പിടിക്കരുത് മോളെ. ഓരെങ്കിലും സ്ത്രീകൾക്ക് അതിന് തീരെ അവകാശവുമില്ല. എനിക്കൊന്നിനും അവകാശമില്ല അച്ഛ. നിന്റെ ഈ നിരാശയാണ് എനിക്ക് മനസ്സിലാവാത്തത്. കുറെ കൂടെ മനോധൈര്യമൊക്കെ വേണ്ടേ മോളെ? പുരുഷന്മാർ പല സ്വഭാവക്കാരായിരിക്കും. കുറ്റങ്ങളും കുറവുകളും ഒക്കെ കണ്ടെന്നിരിക്കും. നിന്റെ ഭർത്താവിന്റെ സ്വഭാവം മാറ്റിയെടുക്കാനല്ലേ നീ ശ്രമിക്കേണ്ടത്? ആര് മാറ്റിയെടുക്കാൻ? എങ്ങനെ മാറ്റിയെടുക്കാൻ? അച്ഛൻ പല കാര്യങ്ങളും മനസ്സിലാക്കാതെയാണ് സംസാരിക്കുന്നത്. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് മോളെ. ആ, ഇതൊക്കെ ശരിയാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. കുത്രം പറയുന്നു. എടീ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇത്രയും കാലം അവൻ നിന്നെ വെച്ചുകൊണ്ടിരുന്നതിന് 5000 രൂപ എനിക്ക് കിട്ടണം. അത് നീ തന്നെ ചോദിച്ചു വാങ്ങിച്ച് തരികയും വേണം. നീ ചോദിക്കില്ല അല്ലേടി? നോക്ക്, ഒരാഴ്ചക്കകം കാശ് എനിക്ക് കിട്ടിയില്ലെങ്കിൽ അവന്റെ മാന്യതയും നിന്റെ പ്രേമവും ഓർമ്മയിരിക്കും. എന്താ അത്യാവശ്യമായി സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട് ഒന്നും മിണ്ടാതെ നടക്കുന്നത്? എന്റെ ചേട്ടൻ എന്നെ കണ്ടുവാൻ ഉപദ്രവിച്ചു. എന്തിന്? മധു, എന്നെ തെറ്റിദ്ധരിക്കരുത്. കാര്യം എന്താണെന്ന് പറയൂ. ചേട്ടന് കുറെ പണം വേണം. എത്രയാണെന്ന് പറയൂ. 5000 രൂപ. ഓഹോ, നീ ഞാനുമായുള്ള ബന്ധത്തിന്റെ വിലയായിരിക്കും. മധു, ആട്ടെ, എന്നാണ് രൂപ വേണ്ടത്? കഴിയുന്നതും വേഗം. പ്ലീസ് വിഷമിക്കാതെ, ഞാൻ എല്ലാത്തിനും വേണ്ട ഏർപ്പാടുകൾ ചെയ്യും. വരും. ഓഹോ, കുടി നിർത്തിയിട്ട് ഷാപ്പിൽ തന്നെ കിടപ്പാണെന്ന് പറഞ്ഞ പോലെ ആയല്ലോടാ. ഉപദേശം കൂടുന്തോറും കുടിയും കൂടി വരികയാണല്ലേ? ഇന്നത്തേക്ക് ക്ഷമിക്കുമേ. ക്ഷമിച്ചടാ. ദൈവത്തോട് ഞാനാരാ ക്ഷമ ചോദിക്കേണ്ടത്? നിന്നെ പോലെ തന്റെ അമ്മയായതിന്. മധു, നീ സൗമ്യയുടെ വീട്ടിൽ പോയോ? പിന്നെ അവൾക്ക് പരമസുഖം. പിന്നെ അവൾക്ക് അസുഖമാണെന്ന് കരുതിയിരിക്കായിരുന്നോ നീ? അവളുടെ അച്ഛനുണ്ടോ അവിടെ? പിന്നെ അച്ഛനും അമ്മയും എല്ലാവരും ഉണ്ടായിരുന്നു. അമ്മ ഇല്ലായിരുന്നു. ഓ, അമ്മ നേരത്തെ മരിച്ചുപോയല്ലോ. മധു, കുറച്ചധികമായി പോകുന്നുണ്ട് കേട്ടോ. പോ, പോയി കിടന്നുറങ്ങ. നേരം വെളുക്കട്ടെ. പോ. ജാനു, ഒരു കപ്പ് കാപ്പി കൊണ്ടുവാ. ഇവിടെ ഇത്രയും ജോലിക്കാരുണ്ടായിരുന്നിട്ടും ഒറ്റ എണ്ണത്തിന് സമയത്ത് കാണില്ല. അമ്മ വിഷമിക്കണ്ടായിരുന്നല്ലോ. ഇതിനെക്കാട്ടിൽ എത്രയോ അധികം ഞാൻ വിഷമിച്ചിരിക്കുന്നു. അല്ല, അമ്മയ്ക്ക് സ്റ്റെയർ കേസ് കയറി വരാൻ വിഷമമാണല്ലോ എന്ന് കരുതിയാണ് ഞാൻ ജാനുവിനെ വിളിച്ചത്. മനസ്സിലായി. തൽക്കാലം ഇത് കുടിക്കോ. മധു, എനിക്ക് നാളെ സൗമ്യയുടെ വീട് വരെ ഒന്ന് പോകണം. നിനക്ക് സമയം കാണില്ലല്ലോ. കാറിന്റെ കാര്യം ഒന്ന് ഏർപ്പാട് ചെയ്തേക്കണം. ശരിയമ്മേ, അമ്മ പൊയ്ക്കോണം. ഇവിടെ ജാനു ഉണ്ടല്ലോ, ഭക്ഷണത്തിന്റെ കാര്യമൊക്കെ അവള് നോക്കിക്കോളും. ജാനുവിനെ ഞാൻ കൂടെ കൊണ്ടുപോവുക.
അമ്മയ്ക്ക് കൂട്ട് വേണമല്ലോ.